Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹായ്, ഞങ്ങളൊരു ബർത്ത്ഡേയുടെ ഹാപ്പിനെസ്സിലാണ്. ബർത്ത്ഡേ മറ്റാർക്കുമല്ല, സ്വരമുള്ള അമ്മാമ്മയ്ക്കാണ്, നമ്മുടെ പുപ്പാമ്മയ്ക്ക്. ബർത്ത്ഡേയുടെ ദിവസം ഡിസംബർ 31 അതിൻ്റെ പിറ്റേന്നാൾ ന്യൂ ഇയർ. പക്ഷേ ഈ ന്യൂ ഇയറിന് ആളിവിടെ ഇല്ലായിരുന്നു. ആള് സ്വരമോളെ വിട്ട് ഒരു 10 ദിവസത്തേക്ക് മാറി നിന്ന് തിരിച്ചു വന്ന വരവാണിത്. അപ്പം ഞങ്ങൾ ഒരു ന്യൂ ഇയറും ആളുടെ ബർത്ത്ഡേയും ഒക്കെ കൂടി അങ്ങോട്ട് ആഘോഷിച്ചു. ഇന്ന് ഉപ്പാമ്മ പോണേണ്. വാവയുടെ വിചാരം വാവ എവിടെയോ യാത്ര പോകണമെന്നും. അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ പിരിഞ്ഞ് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മോളെ കൊണ്ടുവന്ന് കയ്യിലേക്ക് അമ്മ എടുത്തപ്പോൾ അവിടം തൊട്ട് തുടങ്ങിയ ഹാപ്പിനെസ്സും ഒരു നിമിഷം പോലും മോളെ താത്തു വെക്കാതെ കൊണ്ടു നടക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ വല്ലാതെ വീർപ്പ് മുട്ടും നമുക്കത് കാണുമ്പോൾ. അതിനൊരുപാട് കാരണങ്ങൾ. അമ്മയ്ക്ക് സജിന അടക്കം 4 പെൺമക്കളാണ്. 4 പേരെയും പുന്നാരിച്ചും കൊഞ്ചിച്ചും ശാസിച്ചും പിന്നീട് 4 പേരക്കുട്ടികളും ഇപ്പം ദാ സ്വരമോളും അടക്കം തൈ കാണുന്ന അപ്പവും ഇതേ സ്നേഹലാളനങ്ങളോടെ തന്നെയാണ്. ഇപ്പോൾ 10 ദിവസം ശിവഗിരിക്കാണ് യാത്ര. 3 കൊല്ലമായി മുടക്കമില്ല. യാത്ര പോകാൻ ഇറങ്ങുന്നു. പക്ഷേ പിന്നെയും സ്വരമോളെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. 3 കൊല്ലത്തേക്ക് നേർച്ചയാണ് മുടക്കമില്ലാത്ത യാത്ര. നടന്നാണ് ഇവർ പോകുന്നത്. ഒപ്പം പാച്ചുവുമുണ്ട്. അവൻ വീട്ടിലേക്ക് പോയി. പോയിട്ടും പോരട്ടും തീരാത്ത യാത്ര പറച്ചിൽ എന്നല്ലേ. ഒപ്പം രാജൻ ചേട്ടനുമുണ്ട്. രാജൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന ഗുരുക്ഷേത്രത്തിലെ കർമ്മി കൂടിയാണ്. ഇനി ഇവരെ യാത്രയാക്കിയിട്ട് വരാം. ഇന്നാണ് നമ്മളുടെ ഡേ കെയറിലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ക്രിസ്തുമസ് ആഘോഷം. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് പൊതുവെ കുറച്ച് ഹരമുള്ളതാണല്ലോ. പിന്നെ പ്രത്യേകിച്ചും നമ്മളുടെ അമ്മമാരുടെ മുടക്കമില്ലാതെ 8 വർഷമായി ഈ അമ്മമാരുടെ അച്ഛന്മാരുടെയും കൂടെ ക്രിസ്തുമസ് ആഘോഷം. പിന്നതാ കുട്ടികളുടെ മനോഹരമായ കലാപരിപാടികളും ഒക്കെയായി ആഘോഷം അതിഗംഭീരമാക്കി. ഇത്തവണ പൊതുവെ കുറച്ച് ആൾക്കാർ കുറവായിരുന്നു. കാരണം ഇന്നേ ദിവസം അമ്മമാർക്ക് മറ്റൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. പിന്നെ പാട്ടിലും ഡാൻസിലുമൊക്കെ അമ്മമാരും ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, അമ്മമാർ ഇച്ചിരി കുറവായത് കാരണം പരിപാടികൾക്ക് ചെറിയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളുടെ കുട്ടികൾ അതും സ്കോർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവർക്കൊപ്പം മനസ്സും വയറും നിറയുന്ന സ്വാദിഷ്ടമായ ഭക്ഷണത്തിലും പങ്കുചേരാം. പിന്നെ ക്രിസ്തുമസിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം മാത്രം പോരല്ലോ, കേക്കും ഒപ്പം വീഞ്ഞും വേണമല്ലോ. അതും കൂടെ ആയെങ്കിലേ ക്രിസ്തുമസ് ആഘോഷം പൂർത്തിയാകുള്ളൂ. പിന്നെ അമ്മമാർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി മനസ്സ് നിറയെ കഴിച്ച് സന്തോഷമായിട്ട് ഇനി നമുക്കും ഭക്ഷണത്തിലേക്ക് കയറാം. അതിനു മുൻപ് ഈ വർഷത്തെ ആദ്യത്തെ കേക്കും വൈനും അതും നമ്മളുടെ ഈ ഒരു ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ
ചിഞ്ചു വന്നിട്ടുണ്ട്. 10 ദിവസം അമ്മ മാറി നിൽക്കുന്നതല്ലേ. അപ്പോൾ കുഞ്ഞാവയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിഞ്ചു വന്നപ്പോൾ അവൾക്ക് പിന്നെ ചിഞ്ചു മതി. അവൾ അത്രയ്ക്ക് ഹാപ്പി, പിന്നെ വേറെ ഒന്നുമില്ല. ചിഞ്ചുവാണ് കുഞ്ഞിന് ഈ വർഷത്തെ ആദ്യത്തെ കേക്കുമായി വന്നത്. പിന്നെ നമുക്ക് നക്ഷത്രം തൂക്കണ്ടേ, ക്രിസ്തുമസ് ഒക്കെ അല്ലേ, താമസിച്ചു പോയി. സനാമ്മയ്ക്ക് ഇഷ്ടമായി. ഇനി നമുക്കിവിടെ തൂക്കാം. പല വീടുകളിലും ക്രിസ്തുമസ് മിന്നിത്തെളിയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചേസറും കൂടി വാങ്ങി. ഇപ്രാവശ്യം സുരമോളൊക്കെ ഉള്ളതല്ലേ, സുരമോളുടെ ആദ്യത്തെ ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ അല്ലേ, അങ്ങോട്ട് മിന്നിത്തിളങ്ങട്ടെ നീ. എങ്ങനെയുണ്ട് ഈ ലൈറ്റ് സംഭവങ്ങളൊക്കെ? അടിപൊളിയായിട്ടില്ലേ? ഇനിയും നമുക്ക് കുഞ്ഞാവേനെ കൂടെ ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചാലോ. എന്താ അവൾ പറയുന്നത് നോക്കാം. അയ്യോ, അവൾക്ക് ലൈറ്റ് കണ്ടിട്ട് അത്ര അങ്ങോട്ട് പോരാൻ തോന്നുന്നു. കാരണം വേറെ ഒന്നുമില്ല, റിഫ്ലക്ഷൻ അവൾക്ക് പറ്റാഴിയായിരിക്കാം. എൻ്റെ അധികം വേണ്ട, കുഞ്ഞിനെ അധികം നമുക്ക് ലൈറ്റിനകത്ത് കാണിക്കണ്ട. ഓ, അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. രാത്രിയായില്ലേ. ആളുടെ ഏകദേശം ഉറക്ക ടൈം കഴിഞ്ഞ്. ലൈറ്റ് കാണിക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാ. ഗുഡ് നൈറ്റ്. അമ്മയ്ക്കൊരു മുത്തം. ഓക്കെ വാവേ, ചാച്ചിക്കോട്ടോ. പിന്നെ ഞങ്ങൾ ലൈറ്റ് വെച്ചിട്ട് കുറച്ച് കളിയായിരുന്നു. ഒന്നുമല്ല, വെറുതെ ഒരു രസം. ലൈറ്റ് എങ്ങനെയുണ്ട്? അപ്പൂന് ഇഷ്ടപ്പെട്ടോ? ആഹാ. പിന്നെ നമ്മളുടെ വീട്ടിലെ ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ ആണ് ഇട്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒപ്പം ഒന്ന് ഷെയർ ചെയ്യണേ, ഒരു രസത്തിന്. പിന്നെ ക്രിസ്തുമസ് വന്നു. ഞങ്ങൾ ക്രിസ്തുമസ് സ്വരമോളുമായിട്ട് ചെറുതാണെങ്കിലും ആഘോഷിച്ചു. സ്വരമോളുടെ ആദ്യത്തെ ക്രിസ്തുമസ് അല്ലേ, ന്യൂ ഇയറും. പിന്നെതാ 10 ദിവസത്തിന് ശേഷം വന്നടാ ആള്. എൻ്റെ ദൈവമോ, എൻ്റെ കുഞ്ഞാവൊക്കെ ഉണ്ടല്ലോ, ഈ സ്വരമോൾക്ക് അമ്മാമ്മ കണ്ടപാടെ എന്താണ് മുഖത്ത് മിന്നി നിറഞ്ഞത്. ക്രിസ്തുമസിന് കത്തിയ ലൈറ്റൊന്നും അല്ലിത്, പൂത്തങ്ങോട്ട് വിരിഞ്ഞ്. എന്താണല്ലേ. ഓ, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം തന്നെ സനാമയുടെ അവസ്ഥയാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ സ്വരമോളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചാൽ സ്വരമോളെ നോക്കാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. പാച്ചിച്ചേട്ടനും ഒപ്പം പോയിട്ട് വന്നതല്ലേ. പാച്ചിച്ചേട്ടൻ കുഞ്ഞാവയ്ക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പാച്ചെന്ന് വെച്ചാലും സ്വരമോൾക്ക് ജീവനാണ്. പിന്നെ വന്ന ഉടനെ തന്നെ 10 ദിവസം മാറി നിന്നതിൻ്റെ ക്ഷീണം ഒറ്റയ്ക്ക് നോക്കി തീർക്കുവാണെന്ന് തോന്നുന്നു. ഈ ഇത്രയും ദിവസം ഒരു ദിവസം പോലും വീഡിയോ കോൾ ചെയ്ത് മോളെ കാണാത്ത ദിവസമില്ല അമ്മയ്ക്ക്. അമ്മ ഇവിടുന്ന് പോയതിന് ശേഷം എൻ്റെ ദൈവമേ, സ്വരമോൾക്കാണെങ്കിൽ അമ്മയെ കാണാഞ്ഞിട്ട് ഇരിക്കാനും വയ്യായിരുന്നു. പിന്നെ ചിഞ്ചുവൊക്കെ വന്ന് അപ്പവും ചിഞ്ചുവൊക്കെ ആയിട്ട് അവൾ സെറ്റായതിന് ശേഷമാണ് അതൊക്കെയാണ് മാറിയത്. ഞങ്ങളൊന്നും അല്ല അവൾക്ക് വേണ്ടത്, അവൾക്ക് ഇവരൊക്കെ തന്നെയാണ് വേണ്ടത്. അതാണ് കുഞ്ഞാവ. സന്തോഷമല്ലേ. അതിനിടയിൽ ബർത്ത്ഡേ ആഘോഷം മുടങ്ങിപ്പോയത് കൊണ്ട് ഉപ്പാമ്മയ്ക്ക് ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഒരു സർപ്രൈസ് ഒരുക്കിയതാണ്. സർപ്രൈസ് അല്ലേ, അതങ്ങനെ തന്നെ പോട്ടെ. സർപ്രൈസ് പിന്നെ ഒരുക്കി കെട്ടിക്കട്ടോ വരുന്നത്. ഇനിയും മതി, ഇനിയും പോയി കൊടുത്തിട്ടൊക്കെ വന്നാൽ മതി. ഇത് മേടിച്ചിട്ടോടോ. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷവും ഒപ്പം ക്രിസ്തുമസ് പുതുവത്സര ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു.